അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയൊരു വിശദമായ ഒരു ഉത്ബോധനത്തിനോ സംസാരത്തിനോ പ്രസക്തിയില്ല. നമ്മൾ ഉത്ബുദ്ധരാകേണ്ടതിന്റെ ആവശ്യകത പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ആ വിഷയത്തെ പൂർത്തിയാക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളിൽ പലരും ജീവകാരുണ്യ പ്രവർത്തകരാണ്. പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, അഗതിക്ക് ആഹാരം കൊടുക്കാൻ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ, രോഗം കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സാന്ത്വനം നൽകാൻ എല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ. നമ്മുടെയൊക്കെ ലക്ഷ്യം ഈ ലോകത്ത് വല്ല അംഗീകാരമോ മറ്റു ഭൗതികമായ വല്ല നേട്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമല്ല. പടച്ചതമ്പുരാന്റെ പ്രതിഫലം, ഒരു ചെറിയ ലോകം, ആ ലോകത്തെ ചെറിയ ജീവിതം, അതിനുശേഷം വരാനിരിക്കുന്ന ഒരു വലിയ ലോകം, ആ ലോകത്തെ അനശ്വരമായ ജീവിതം, ആ ജീവിതത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാമൂഹ്യ ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാമെന്ന് നാം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവോടുകൂടി തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ടു പോകുന്നതും. ഇടയിൽ പ്രവർത്തന മണ്ഡലത്തിലെ സജീവതക്കിടയിൽ ഇത്തരം ചില ഗെറ്റ് ടുഗദറുകൾ, കൂട്ടായ്മകൾ, ചില സംസാരങ്ങൾ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. കാരണം വിശ്വാസവും ലക്ഷ്യബോധവും ഈ തിരിച്ചറിവുമൊക്കെ മനുഷ്യന്റെ മനസ്സിലാണ്, കൽബിലാണ്. കൽബ് എന്നത് അറബി ഭാഷയിലെ ഒരു പ്രയോഗം. നമുക്ക് മനസ്സ്, ഹൃദയം എന്നൊക്കെ മലയാളത്തിൽ പറയാം. പക്ഷെ അറബിയിൽ കൽബ് എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇളക്കം തട്ടുന്നത് എന്ന്, മാറി ചലനാത്മകമെന്ന്, വിജൃംഭിതമെന്ന് ഒരർത്ഥമുണ്ട്. മനസ്സു മാറാം, ലക്ഷ്യബോധം വഴിതെറ്റാം, ജീവിതത്തിന്റെ കൃത്യമായ ധാരണകൾ തകിടമറയാം, മറ്റു പലതും സംഭവിക്കാം. ഇന്ന് ഒരു മഹാപുണ്യകർമ്മത്തിന് വിശ്വാസത്തിന്റെ ആ വർദ്ധിതമായ മാനസികാവസ്ഥയിൽ ഒരു വലിയ തുക പ്രഖ്യാപിച്ചു. ആ തുക കയ്യിലുണ്ട്. പക്ഷെ കൊടുക്കേണ്ടത് നാളെയോ മറ്റന്നാളോ ആണെങ്കിൽ അതിനിടയിലുള്ള മണിക്കൂറുകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മുടെ തീരുമാനം മാറ്റിമറിക്കപ്പെടാം. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ആ തീരുമാനം ചിലപ്പോൾ പ്രതികൂലമായി പരിണമിക്കാം. അതാണ് മനസ്സ്. അതിന് ലളിതമായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ നീ കണ്ടാൽ അയാളുടെ ജീവിതം, സ്വഭാവം, ശൈലി, സമീപനം എല്ലാം നീ കണ്ടാൽ അയാൾ ഒരു സ്വർഗാവകാശിയാണ് എന്ന് നിനക്ക് തോന്നും. പക്ഷേ നാളെ പാരത്രിക ലോകത്ത് നീ അയാളെ നരകത്തിൽ കാണും. ഒരാളെ നീ കണ്ടാൽ അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ സമീപനങ്ങളും എല്ലാം വിലയിരുത്തിയാൽ നിനക്കൊരു പക്ഷെ അയാൾ നരകാവകാശിയാണെന്ന് തോന്നും. പക്ഷെ നാളെ നീ അയാളെ സ്വർഗത്തിൽ കാണും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെയും സംഭവിക്കും. മനുഷ്യന്റെ മനസ്സു മാറാൻ മണിക്കൂറുകൾ വേണ്ട, നിമിഷാർദ്ധങ്ങളോ സെക്കൻഡുകളോ മതി. അതാണ് മനുഷ്യ മനസ്സ്. ആ മനസ്സിൽ കൃത്യമായ പടച്ചതമ്പുരാന്റെ പ്രതിഫലത്തിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഒരു മഹാസംരംഭത്തിന്റെ കണ്ണിയാണ് ഞാൻ കൊടുക്കുന്ന കാശ്, എന്റെ സേവനം, എന്റെ പ്രവർത്തനത്തിന്റെ മണ്ഡലം, അത് മഹത്തരമാണെന്ന തിരിച്ചറിവോടുകൂടി, ആ ധന്യമായ മനസ്സോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്ന ഇത്തരം ഉത്ബോധനങ്ങൾ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം ആവശ്യമാണ്. അതാണ് മെഡിക്കൽ വിങ്ങിന്റെ വനിതാ കൂട്ടായ്മ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലം. മറ്റൊന്നുമല്ല, നമ്മുടെ ഈമാൻ ചാർജ് ചെയ്യാൻ. അബുൽ ഹസൻ അലി നദ്വി, ഇസ്ലാമിക ലോകം കണ്ട മഹാപണ്ഡിതൻ, അലിമിയാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ വിശ്വാസം വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ആമുഖം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വളരെ ലളിതമായ ഒരു തുടക്കം. എങ്ങനെ? ഒരു ബാറ്ററി പോലെയാണ് മനുഷ്യന്റെ ഹൃദയം. ബാറ്ററിക്ക് ചാർജ് ഉണ്ടായാൽ കൂടുതൽ വെളിച്ചം പകരും.
ചാർജ് കുറഞ്ഞാൽ കുറച്ച് വെളിച്ചം നൽകും. ചാർജ് തീരെ ഇല്ലാതെയായാൽ ഇരുട്ട് നൽകും. വെളിച്ചം നൽകാത്ത ബാറ്ററിയായി അത് മാറും. ഇതുപോലെയാണ് ഇത്ര മനുഷ്യന്റെ ഹൃദയം. ഇരുട്ട് നിറഞ്ഞ ഹൃദയം, വെളിച്ചമില്ലാത്ത ഹൃദയവും ഉണ്ട്, സ്വല്പം വെളിച്ചമുള്ള ഹൃദയമുണ്ട്, പ്രോജ്വലമായ ഹൃദയമുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ, മനസ്സിന്റെ അവസ്ഥയാണ്. അവിടെ ഈമാനികമായ ഊർജബോധം നൽകുന്ന ഒരു ഉത്ബോധന പരിപാടിയാണ് ISM സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരു സംഗതി, മനുഷ്യന്റെ ജീവിതത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് ഘട്ടങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്. ആ ഘട്ടങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞുറപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം ആ ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടം, അത് സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടമാണ്. സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടം. നമ്മൾ ഫ്രീയാണ്, സ്വതന്ത്രരാണ്. നമുക്ക് വേണമെങ്കിൽ ഇസ്ലാമികമായ ബോധത്തോടെ, ബോധ്യത്തോടെ, വസ്ത്രത്തോടെ, ആചാരത്തോടെ, അനുഷ്ഠാനത്തോടെ നമുക്ക് ജീവിക്കാം, അല്ലാതെയും ജീവിക്കാം. നമുക്ക് വേണമെങ്കിൽ സത്യസന്ധമായി സത്യം പറഞ്ഞുകൊണ്ട് ധർമ്മനിഷ്ഠതയോടുകൂടി ജീവിക്കാം. നമുക്ക് കളവ് പറഞ്ഞുകൊണ്ട് തോന്നിവാസികളായി ജീവിക്കാം. നമുക്ക് വേണമെങ്കിൽ കൃത്യതയോടുകൂടി നമസ്കരിക്കാം. നമുക്ക് കൃത്യതയില്ലാതെ നമസ്കരിക്കാം, നമസ്കരിക്കാതിരിക്കാം. നമുക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാം. അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് അനുഭവിച്ച് രമിച്ച് ഉല്ലസിച്ച് നമ്മുടെ ജീവിതത്തെ സുഖസുന്ദരമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ തറവാട്ട് വകയായി, തലമുറയായി നമുക്ക് ലഭിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ, ബന്ധുമിത്രാദികൾ അധ്വാനിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന നമ്മുടെ സമ്പത്ത്, അങ്ങനെയാണല്ലോ നമ്മൾ സമ്പത്തിനെ കരുതുന്നത്. ആ സമ്പത്ത് നമ്മുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതല്ല, അതിന്റെ വിഹിതം സൂക്ഷ്മതയോടുകൂടി നമുക്ക് ചിലവഴിക്കാം. നമുക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടമെന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടം തന്നെ ജീവിതത്തിൽ ഏറ്റവും സുഖസുന്ദരമായ ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ പലരെയും ക്ഷണിച്ചിട്ടില്ലേ? ഇല്ലേ? നിങ്ങളിൽ ചില സംഘാടകർ പലരെയും ക്ഷണിച്ചിട്ടുണ്ടാവാം. എല്ലാവരും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്താ? സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിലാണവർ. അതുകൊണ്ട് അവർക്ക് ഈ പ്രോഗ്രാമിൽ വരാതിരിക്കാം. ചിലരൊക്കെ ക്ഷണിച്ചപ്പോൾ വന്നില്ലേ? അവരും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു. അവർ വരുന്നു, ചിലർ വരാതിരിക്കുന്നു. എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു എല്ലാ രംഗത്തും. ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ജീവിത ഘട്ടമാണത്. ആ ഘട്ടത്തെ നമുക്ക് നിസ്സഹായതയുടെ ഘട്ടം എന്ന് വിളിക്കാം. എന്താണ് ആ ഘട്ടം? നിസ്സഹായതയുടെ ഘട്ടം. എന്താണ് ആ ഘട്ടത്തിന്റെ ആരംഭം? എവിടെയാണ്? എങ്ങനെയാണ്? പല രൂപത്തിലാകാം, പല ഭാവത്തിലാകാം, പല സാഹചര്യത്തിലാകാം. പെട്ടെന്നൊരു എൻ്റെ ഒരു ബന്ധു, അടുത്ത ബന്ധു ഒരു നിസ്സഹായതയുടെ ഘട്ടത്തിലേക്ക് കടന്നുപോയ ഒരു കഥ, ഒരു അനുഭവ കഥ ഞാൻ പറയട്ടെ. വയറിന് ഒരു വേദന, വയറ്റുവേദന. അങ്ങനെ കോഴിക്കോട് പ്രമുഖമായ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ ആ ബന്ധുവിനെ എത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചു, ബ്ലഡ് ചെക്ക് ചെയ്തു. വീണ്ടും കുറച്ച് എക്സ്പെൻസീവായ ഒരു ബ്ലഡ് ചെക്കിംഗ് ആവശ്യപ്പെട്ടു. ആ പരിശോധനയും രക്തപരിശോധനയും കഴിഞ്ഞു. ശേഷം എൻഡോസ്കോപ്പി, CT സ്കാൻ, പിന്നെ MRI, അങ്ങനെ കൂടുതൽ പരിശോധനകളാണ്. അപ്പോഴേ ആ രോഗിയുടെ, നമ്മളെ ബന്ധുക്കൾ എന്ന നിലക്ക് ഞങ്ങൾ ആശങ്കയിലാണ്. രോഗിയുടെ മനസ്സങ്ങനെ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ബ്ലഡ് ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിക്കുകയാണെങ്കിൽ ആശ്വാസമായി. അതല്ല, ഇത് തുടർച്ചയായിട്ട് അങ്ങനെ കൂടുതൽ എക്സ്പെൻസീവായ, മൈന്യൂട്ടായ, അതിസൂക്ഷ്മമായ ഒരുപാട് ടെസ്റ്റുകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പരിശോധനയ്ക്ക് താൻ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രോഗി ഏറെക്കുറെ ഉള്ളങ്ങനെ പിടയുന്ന ഒരവസ്ഥയിൽ തന്നെയായിരിക്കും. യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ കൊതിയില്ലാത്തത് ആരാണ്? ജീവിതം ആസ്വദിച്ച് അനുഭവിച്ച് വന്ധ്യവയോധികനായ മനുഷ്യനും കൊതി തീർന്നിട്ടുണ്ടോ? ഇല്ല. പ്രായമേറെ ചെന്നാൽ പേരമക്കളോടൊത്ത് ജീവിതത്തെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും വന്ധ്യവയോധികർ. അതാണ് ജീവിതം. വാർദ്ധക്യത്തിൽ ജീവിതമില്ല എന്നൊന്നും നമ്മൾ കരുതണ്ട. എല്ലാ ഘട്ടത്തിലും ജീവിതത്തിന്റെ ആസ്വാദന തലങ്ങളുണ്ട്. അപ്പോ അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് അവസാനം രോഗി ഡോക്ടർക്ക് പുറത്ത്.
ഡോക്ടറുടെ മുറിയുടെ പുറത്ത് രോഗി, അകത്ത് ബന്ധുക്കൾ. അതോടുകൂടി ആ രോഗിക്ക് ഉറപ്പായി, എന്നെ പുറത്താക്കിയിട്ട് പിന്നെ അകത്തൊരു സ്വകാര്യം പറയണമെങ്കിൽ എന്തോ അപകടകരമായ സംഗതി തന്നെയാണ്. അകത്ത് ഞങ്ങളെ വിളിച്ചു, ഡോക്ടർ പറഞ്ഞു ഏറി വന്നാൽ 6 മാസം, അതല്ലെങ്കിൽ 8 മാസം, അതിലപ്പുറത്ത് പോകാൻ സാധ്യതയില്ല. വല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് രോഗി എത്തിയിട്ടുള്ളത്. ഇനി രക്ഷപ്പെടുത്താൻ ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയില്ല. എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകൂ, അതല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോകൂ. എന്റെ സമ്പാദ്യമായി എനിക്ക് കോടികളുണ്ട്, ലക്ഷങ്ങളുണ്ട്, ജീവിതത്തിന്റെ വിഭവങ്ങളുടെ വിശാലതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഈ ഭൂമിയിൽ ഇനിയും ജീവിതം ആസ്വദിക്കാൻ കോടികൾ ചെലവഴിക്കാൻ തയ്യാറാണ്, എന്നെ കൊണ്ടുപോകൂ എന്ന് അലമുറയിട്ട് കരഞ്ഞാൽ പോലും എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. കാരണം സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി. ഏതാണ് ആ സ്റ്റേജ്? ഘട്ടം നിസ്സഹായതയുടെ ഘട്ടം. അവിടെ സമ്പത്ത് കൊണ്ട് സഹായിക്കപ്പെടില്ല, അധികാരം കൊണ്ട് സഹായിക്കപ്പെടില്ല, ആരോഗ്യം കൊണ്ട് സഹായിക്കപ്പെടില്ല. ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തുണ്ടോ അതുകൊണ്ടൊന്നും ആ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയും. പടച്ചതമ്പുരാന്റെ പിടുത്തത്തിന്റെ ഘട്ടമാണത്, നിസ്സഹായതയുടെ ഘട്ടമാണത്. അള്ളാഹു അവനെ തിരിച്ചു വിളിക്കാൻ സമയമെടുത്തിട്ടുണ്ട്. ആ ഒരു ഘട്ടമാണത്. ആ രോഗി, പിന്നെ ആ രോഗിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമോ? ബെഡിൽ കറങ്ങുന്ന ഫാനിന്റെ മുകളിൽ, എയർ കണ്ടീഷൻ മുറിക്കുള്ളിൽ, എവിടെയാണെങ്കിലും അങ്ങനെ രോഗാതുരമായ അവസ്ഥ, കഠിനമായ ചികിത്സ എന്ന പീഡനമുറ, അസഹ്യമായ വേദനാനുഭവങ്ങൾ എല്ലാം സഹിച്ചങ്ങനെ നീറി പുകഞ്ഞ് ബന്ധുമിത്രാദികൾ അങ്ങനെ സന്ദർശിച്ച് ഓരോരുത്തരായി പോയി മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിസ്സഹായതയോടുകൂടി അവരുടെ മുഖത്തങ്ങനെ നിർനിമേഷനായി നോക്കി നിന്ന് ഒടുവിൽ അങ്ങനെ മരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് രോഗി പ്രവേശിക്കുകയാണ്. മരണത്തിന്റെ ആ ഘട്ടത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. ആ വാക്ക് നിങ്ങൾ ഖുർആനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നാവ് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഘട്ടമെന്നാണ് ഖുർആൻ അതിനെ പ്രയോഗിച്ചത് സൂറത്തുൽ ഖിയാമയിൽ. കാരണം സംസാരിക്കാൻ, കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ആ മരണഘട്ടത്തിൽ കടന്നു വരും. ആ മരണഘട്ടത്തിൽ അങ്ങനെ നാവിറങ്ങിക്കഴിഞ്ഞാൽ ബന്ധുക്കൾ വക്കീലമൻ റാഖ് ഖുർആൻ പ്രയോഗിക്കുന്നു. നോക്കൂ, ബന്ധുക്കൾ ആ ഒരു പെട്ടെന്ന് കണ്ണൊക്കെ ആകെ രൂപഭാവം മാറി ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് രോഗിയുടെ മുഖം മാറിക്കഴിഞ്ഞാൽ ബന്ധുക്കളുടെ അവസ്ഥ അള്ളാഹു പടച്ചോൻ പറയാ എന്താ നമ്മളൊക്കെ അനുഭവിച്ചതാ. വക്കീലമൻ റാഖ്, ബന്ധുക്കൾ അപ്പോഴങ്ങനെ പറയും. ഏത് ഹോസ്പിറ്റലിൽ, ആരെടുത്ത്, ഏത് ഡോക്ടറെ അടുത്ത്, അങ്ങനെ ഡിസ്കഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എവിടേക്ക് കൊണ്ടുപോകും, അങ്ങനെ ആര് രക്ഷപ്പെടുത്തും ഇയാളെ എന്ന അന്വേഷണത്തിലാണ് ബന്ധുക്കൾ. ആ തിക്കിലും തിരക്കിലുമാണ് ബന്ധുക്കൾ. വലന്ന അന്നഹുൽ ഫിറാഖ്, അള്ളാഹു തൊട്ടുടനെ തുറന്നു പറയാണ്, അവന് ബോധ്യമായി തന്റെ വേർപാട് ഉറപ്പാണ്. കാരണം ഈ സംഘം, ബന്ധുക്കളാകുന്ന ഈ തന്റെ ബെഡിനു ചുറ്റും കൂടി നിൽക്കുന്ന സംഘങ്ങൾ, കൂട്ടായ്മകൾ, വേണ്ടപ്പെട്ടവർ, ഇഷ്ടജനങ്ങൾ, ഭാര്യ, മക്കൾ, അവരെല്ലാം കാണാത്ത ചില അതിഥികളെ ദൂരത്ത് നിന്ന് ആ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് ആ അതിഥികൾ? മലക്കുൽ മൗത്ത്, മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ പടച്ചോൻ പറഞ്ഞയച്ച അതിഥികളാണ്. അവര് വരുന്നത് വേറെ ആരും കാണൂല. ആ അതിഥികൾ അങ്ങനെ വരുന്നത് ഈ മനുഷ്യൻ കാണുന്ന ഘട്ടത്തെ ഖുർആൻ നടത്തിയ പ്രയോഗമാണ്. വലന്ന അന്നഹുൽ ഫിറാഖ്, വേർപാട് ഉറപ്പാണെന്ന് ആ മനുഷ്യന് ബോധ്യമാകുന്ന, വേറെ ആൾക്കല്ല, മറ്റൊരാൾക്കല്ല, സ്വയം നമുക്ക് വേർപാട് ഈ ദുനിയാവിൽ നിന്ന്, എല്ലാ സുഖ സമൃദ്ധികളിൽ നിന്ന്, ജീവിത സൗഭാഗ്യങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല, എന്റെ കച്ചവടം നടക്കില്ല, എന്റെ വീട്ടിലെ മക്കൾ നല്ലവണ്ണം ജീവിക്കില്ല, എന്റെ ഇടപാടുകൾ, അങ്ങനെ ഒട്ടനവധി ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ബാഹുല്യങ്ങൾക്കിടയിൽ തന്നെ കൊണ്ടുപോകാനുള്ള മരണത്തിന്റെ മാലാകമാർ കടന്നു വരുന്നത് കാണുന്നത് ആ മനുഷ്യൻ മാത്രമാണ്. ആ സന്ദർഭമാണ് അള്ളാഹു പറഞ്ഞത് വലന്ന അന്നഹുൽ ഫിറാഖ്, വേർപാട് ഉറപ്പാണെന്ന് അവൻ ഉറപ്പായ ആ ഘട്ടം. ഈ ഒരു ഘട്ടം, അതും നിസ്സഹായതയുടെ ഘട്ടം. അപ്പൊ പറയാൻ പറ്റുമോ, സോറി ക്ഷമിക്കണം, മലക്കുകളോട് പറയാൻ പറ്റുമോ, എനിക്ക് കുറച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, പിന്നെ കുറച്ച് ബാധ്യതകളുണ്ട്, പിന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ ആ വാക്കുകളൊക്കെ വെറും വാചാടോപം. അതൊന്നും മനസ്സ് പറയാന്നല്ലാതെ നാവോണ്ട് പോലും പറയാൻ കഴിയില്ല. കാരണം അത്ര നിസ്സഹായമാണ് ആ ജീവിതത്തിന്റെ ഘട്ടം. നോക്കൂ, നിങ്ങൾ ദാനധർമ്മങ്ങളെ കുറിച്ച് നടത്തിയപ്പോൾ പടച്ചോന്റെ ഖുർആന്റെ പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? 2 പ്രയോഗമുണ്ട്. ഒന്നെന്താ? അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് വിശ്വാസികളെ, മനുഷ്യരെ നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾക്ക് മരണമെത്തുന്നതിന് മുമ്പ് എന്നാ ഖുർആന്റെ പ്രയോഗം. മരണമെത്തുന്നതിന് മുമ്പ്. എന്താ മരണമെത്തുന്നതിന് മുമ്പ് എന്ന് പടച്ചോൻ പറയാൻ കാരണം? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈകൾ ചലിക്കൂല. ദാനം ചെയ്യണമെങ്കിൽ കൈ, കൽബ് ഒക്കെ വിശാലമാകണ്ടേ, ചലിക്കണ്ടേ. കൽബ് ചത്തുപോയി, കൈകൾ നിശ്ചലമായി, പിന്നെ എങ്ങനെ ദാനം ചെയ്യാൻ കഴിയുക? നമ്പർ 1.
ഒന്നാമത്തെ പോയിന്റ് അതാണ്. 2, മരിച്ചു കഴിഞ്ഞാൽ ഈ മഹാ കോടീശ്വരന്റെ മരണത്തോടുകൂടി അയാളുടേതല്ലാതെയായി എന്ത്? അയാളുടെ സമ്പത്ത്. അയാൾ ഇനി മരിച്ചു കഴിഞ്ഞാൽ അയാളുടേതല്ല ഇതായി. പിന്നെ ബന്ധുക്കൾ, അവകാശികൾ വേറെയാണ്. അവര് തീരുമാനിക്കണം കൊടുക്കണോ കൊടുക്കണ്ടേന്ന്, അവര് തീരുമാനിക്കണം. അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ട് അള്ളാഹു പറഞ്ഞു മരണം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദാനം ചെയ്യാൻ പറഞ്ഞു. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു ഒന്നുകൂടി അപ്പുറത്തേക്ക്. പടച്ചതമ്പുരാന്റെ ചോദ്യമാണ് ഏത്? ആകാശഭൂമികളുടെ അനന്തരാവകാശി അള്ളാഹുവായിരിക്കെ അവന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാതിരിക്കാൻ അവർക്ക് എന്ത് ന്യായമാണുള്ളത്? ഖുർആൻ സൂറത്തുൽ ഹദീദ് 57-ാം അധ്യായം 10-ാമത്തെ വചന. ആകാശഭൂമികളുടെ അനന്തരാവകാശി വാരിസ് അള്ളാഹുവാണ്. പിന്നെ എന്തിനാ ഓരോ തലമുറകൾ അങ്ങനെ ഇട്ടേച്ചു പോകും? കോടികളും കോടാനുകോടികളും ലക്ഷങ്ങളും അങ്ങനെ ഈ ഉപജീവനത്തിന്റെ വിശാലതകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തലമുറകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ കാശും സമ്പത്തും സൗഭാഗ്യങ്ങളും നാളെ ഇയാൾക്കല്ല, ഇയാൾ മണ്ണൊടുങ്ങി അടുത്ത തലമുറയായി. അങ്ങനെ എല്ലാം അന്തിമമായി എത്തിച്ചേരുന്ന യഥാർത്ഥ അനന്തരാവകാശി ആരാണ്? അള്ളാഹു. അവന്റെ കയ്യിൽ തന്നെ ഈ സ്വത്ത് മുഴുവനും വരും, സമ്പത്ത് മുഴുവനും വരും. എന്നിരിക്കെ പിന്നെ ഈ ജീവിതത്തിന്റെ ഇടവേളകളിൽ അഭിനയിക്കുന്ന റോളുണ്ടല്ലോ, സമ്പന്നൻ, ബിസിനസ്സുകാരൻ, കച്ചവടക്കാരന്റെ ഭാര്യ, അങ്ങനെ പല റോളുകളും ഉണ്ടല്ലോ. ആ റോളുകളിലുള്ള ഈ ഇടക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്പത്തിന്റെ വിഹിതം നിങ്ങൾ എന്തിന് സ്വാർത്ഥമായി കെട്ടിപ്പൂട്ടി വെക്കണം? എന്തിനു വെക്കണം? അതിന്റെ അവകാശികൾക്ക് നിങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് അള്ളാഹു ചോദിക്കുന്നതിന്റെ പശ്ചാത്തലം അതാണ്. നിസ്സഹായതയുടെ ഘട്ടത്തിലെത്തിയ കഴിയില്ല. മരണാനന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആത്മീയ ലോകത്ത് രാവിലെയും വൈകുന്നേരവും ചില കാഴ്ചകൾ കാണാം, ഖബറിലെ കാഴ്ചകൾ, ആത്മീയ ലോകത്ത് അനുഭവങ്ങൾ. അവിടെ എനിക്ക് സുന്ദരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് ഷടിച്ചിട്ട് കാര്യമില്ല. അവിടെയൊക്കെ പടച്ചോൻ തീരുമാനിച്ച ജീവിതകർമ്മത്തിനനുസരിച്ചിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഉണ്ടാവുക. മരണാനന്തരം കടുത്ത വിചാരണ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള 2 പാതകൾ. പാപികളുടെ പാത നരകത്തിലേക്ക്, പുണ്യവാന്മാരുടെ പാത സ്വർഗത്തിലേക്ക്. അവിടെ ആ സംഘത്തിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരും മഹ്ശറയുടെ മുറ്റത്ത്, വമുത്താസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അത് മഹ്ശറയിൽ അള്ളാഹുവിന്റെ അനൗൺസ്മെന്റാ. പടച്ചതമ്പുരാന്റെ ദൈവത്തിന്റെ കോടതി. ആ കോടതിയിൽ മാനവ ലോകം മുഴുവനും ഹാജരാക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രഖ്യാപനം, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുന്നു, കുറ്റവാളികളെ മാറി നിൽക്കുന്നു. ആരാ കുറ്റവാളികൾ? ഭാര്യയും ഭർത്താവായിരിക്കും, ഒരുമിച്ച് ജീവിച്ചതാ. പക്ഷെ ഭർത്താവ് വളരെയധികം സൂക്ഷ്മത, ശ്രദ്ധ, ഭക്തി, ദാനധർമ്മം, പുണ്യകർമ്മം, ഒരുപാട് പിന്നെ ഇത്തരം സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കാളിത്തം, ഭർത്താവ് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഭാര്യ വെറും വീട്ടുകാര്യം, കുടുംബകാര്യം, മക്കളുടെ കാര്യം, കല്യാണം, സൽക്കാരം, അങ്ങനെ നമ്മുടെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കുറെ വേണ്ടതും വേണ്ടാത്തതുമായ ശുഗലുകൾ ഉണ്ടല്ലോ. ആ ലോകത്തങ്ങനെ അടിച്ചു പൊളിച്ചങ്ങനെ കഴിഞ്ഞു. അവസാനമാണ് അന്തിമഘട്ടത്തിൽ പടച്ചതമ്പുരാന്റെ കോടതിയിൽ. അവിടെ അള്ളാഹു പറയും കുറ്റവാളികളെ മാറി നിൽക്കൂന്ന്. അവിടെ ചിലപ്പോൾ ഭാര്യ ഒരു ഭാഗത്തും ഭർത്താവ് വേറൊരു ഭാഗത്തും ആവും. തല തിരിച്ചുവാകാം. ഭാര്യ ഇത്തരം ഒരുപാട് സൽക്കർമ്മങ്ങളിൽ പങ്കാളി, ഭർത്താവ് അതൊന്നും ശ്രദ്ധിക്കാത്ത സ്വാർത്ഥനും സുഖലോലുപനും വിഷയാസക്തനും ഭൗതിക പ്രമത്തനും ആയേക്കാം. സ്വാഭാവികം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്, ആണിലും പെണ്ണിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയും മാറി നിൽക്കൂ കുറ്റവാളികളെ എന്ന്. എവിടെ വെച്ചാ പറയുന്നത്? ഒരു വലിയ സംഘം. ഈ സംഘം തന്നെ നോക്കൂ. ഞാനിവിടെ നിന്ന് പറയാണ്, നിങ്ങൾ ഇന്ന കുറ്റം ചെയ്ത ആളുകൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ, ആ കുറ്റം ചെയ്തവർ മാറ്റി നിർത്തപ്പെട്ടാൽ, പുണ്യവാന്മാർ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടാൽ, അതെത്ര കടുത്ത വേർപാടും അപമാനകരമാവണം. ഇവിടെ തന്നെ എത്ര അപമാനകരമാവും നോക്കൂ നിങ്ങൾ. പടച്ചതമ്പുരാന്റെ പരലോകത്ത് അങ്ങനെ കുറ്റവാളികളെയും പുണ്യവാന്മാരെയും വേർതിരിക്കപ്പെടുകയും അങ്ങനെ സ്വർഗത്തിലേക്കവരും നരകത്തിലേക്കും മാറ്റപ്പെടുകയും ചെയ്യും. അവിടെയും സ്വാതന്ത്ര്യമില്ല. അതും നിസ്സഹായതയുടെ ഘട്ട. രോഗം, മരണം, ബർസഖിയായ ഖബറിലെ ജീവിതം, പരലോകത്ത് സ്വർഗ നരക പ്രവേശം, ഇവിടെയൊന്നും നമുക്ക് റോളില്ല. രോഗത്തിൽ നമുക്ക് റോളില്ല, മരണത്തിൽ നമുക്ക് റോളില്ല. നമുക്ക് റോളുള്ളത് എപ്പോഴാ? ഇപ്പോ ജീവിതത്തിന്റെ ഈ ഘട്ടം. ഇവിടെ നമുക്ക് റോളുണ്ട്, വലിയ റോളുണ്ട്. നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മഹാനായ 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹം രാത്രിയെ 3ആയി പകുത്തു. 1, ഉറങ്ങാൻ, നമ്മെ പോലെ ഉറങ്ങാൻ. 2,
2 പ്രാർത്ഥനയ്ക്ക് ഭക്തിപൂർണമായ തഹജ്ജുദ് രാത്രി നമസ്കാരത്തിന്, 3 പ്രജാക്ഷേമ താൽപര്യാർത്ഥം ഉള്ള പ്രയാണത്തിന് വേഷപ്രച്ഛന്നനായി തന്റെ രാഷ്ട്രത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഭൃത്യൻ സെയ്ദിനോടൊത്ത് അദ്ദേഹം അങ്ങനെ യാത്ര പോയി. പ്രയാസപ്പെട്ടവരുടെ, കഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഒരു സ്ത്രീയുടെ ഉള്ളിൽ നിന്നുള്ള മരണവേദനയോടുകൂടിയുള്ള പിടച്ചിൽ, കരച്ചിൽ, പുറത്ത് അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ആ സ്ത്രീയുടെ ഭർത്താവ്. ആരുമില്ല, വിജനപ്രദേശത്താണ്, മരുഭൂമിയിലാണ്. നമ്മൾ വളരെ ദൂരത്ത് മലമുകളിൽ കൊച്ചുകുടിലിൽ കഴിയുന്ന ആളുകളില്ലേ, അവർക്ക് അങ്ങനെ വളരെ ഒറ്റപ്പെട്ടിടത്ത്, മനുഷ്യവാസം കുറഞ്ഞ, വൈദ്യുതീകരിക്കാത്ത, ഒറ്റപ്പെട്ട അകന്ന പ്രദേശത്ത് അങ്ങനെ ഒരു 2 സെന്റിൽ 3 സെന്റിൽ ഒരു കൊച്ചു വീട്ടിൽ കഴിയാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? അല്ല. 3 സെന്റ് അവരുടെ കയ്യിലുള്ള കാശ് 10 രൂപയാണ്, 10,000 രൂപയാണ്. അതിന് 3 സെന്റ് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു കുന്നിൽ ഒറ്റപ്പെട്ട ദൂരപ്രദേശത്ത് അവർക്ക് താമസിക്കേണ്ടി വരും. സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ താമസിക്കുന്ന കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ വിദൂര പ്രദേശത്തെ ഒരു കൊച്ചുകുടിലിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ കണ്ണീര്, ഒരു സ്ത്രീയുടെ മരണവേദനയുടെ കരച്ചിൽ ആ മഹാനായ ഇസ്ലാമിന്റെ ഖലീഫ രാത്രിയിലെ പ്രയാണത്തിൽ കേട്ടത്. എത്തിയപ്പോൾ മുന്നിൽ വീട്ടുമുറ്റത്ത് അസ്വസ്ഥനായി ഉലാത്തുന്ന ഒരു പുരുഷനാണ്. ആ പുരുഷനോട് ചോദിച്ചു, എന്താണ് സഹോദര, എന്താണ് സുഹൃത്തെ, ആരാണ് അകത്ത് കരയുന്നത്? വളരെ അക്ഷോഭ്യനായി ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ കണ്ണീരാണ്, വിലാപമാണ് എന്ന്. എങ്കിൽ അവരെ ഉടൻ എന്തെങ്കിലും ആശുപത്രിയിൽ എത്തിക്കൂ, എന്തെങ്കിലും അവർക്ക് എന്താണ് അസുഖം, അവരുടെ പ്രയാസം തീർക്കൂ, അവരുടെ കണ്ണീരും കരച്ചിലും മാറ്റൂ. താങ്കൾക്കതിന് കഴിയില്ല. മറുമറുത്തുകൊണ്ട് വളരെ ക്ഷുഭിതനായി ആ മനുഷ്യൻ, താങ്കൾക്ക് അതിന് കഴിയില്ല, അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ താങ്കൾ പ്രതികരിക്കാൻ നിൽക്കണ്ട എന്ന ശൈലിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഭൃത്യനോടും ആ മനുഷ്യൻ പ്രതികരിച്ചു. വീണ്ടും ശാന്തനായി ഉമർ പറഞ്ഞു, കാര്യം പറയൂ, എനിക്ക് കഴിയില്ലെങ്കിലും എനിക്കതിനൊരു വഴിയൊരുക്കാമല്ലോ. ആ മനുഷ്യൻ അപ്പോ പറഞ്ഞു, എന്റെ ഭാര്യ പരിപൂർണ ഗർഭിണിയാണ്, അവൾ പ്രസവ സമയത്ത് പ്രസവ വേദന കൊണ്ട് കരയുകയാണ്, കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ നിസ്സഹായനാണ്, ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ടാണ് ഞാൻ ഈ വിദൂര പ്രദേശത്ത് താമസിക്കുന്നത്. എങ്കിൽ താങ്കൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ, താങ്കളുടെ ഭാര്യയുടെ അടുത്ത് അവളെ സമാശ്വസിപ്പിച്ചു നിൽക്കൂ, ഞാൻ ഇപ്പോൾ വരാം, ഒരു ആയയുമായി, ഒരു ഭൃത്യയുമായി ഞാൻ വരാം. വീട്ടിലേക്ക് കൂടി മഹാനായ ഇസ്ലാമിന്റെ രാഷ്ട്രനായകൻ സ്വന്തം വീട്ടിലേക്ക്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവളോടെ പാതിരാത്രിയിൽ അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞ വാക്ക്, ആമുഖ പ്രയോഗം എന്താണെന്നറിയോ? ആമുഖ പ്രയോഗം, നിനക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു സൗഭാഗ്യം, ഒരു ചാൻസ് ഇതാ ഒത്തുവന്നിരിക്കുന്നു. ഉടൻ എഴുന്നേറ്റിട്ട് വസ്ത്രം മാറ്റി അങ്ങനെ ആ ആയപ്പണിക്ക് തന്റെ ഭാര്യയെ, രാഷ്ട്രനായകന്റെ ഭാര്യയെ രാഷ്ട്രനായകൻ കൊണ്ടുവന്നു. വീട്ടിന്റെ പുറത്തു നിന്ന് ആ ഭർത്താവിനോടൊത്ത് കാര്യങ്ങൾ, കുശലാന്വേഷണങ്ങൾക്കിടയിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ഖലീഫ ഉമറിന്റെ ഭാര്യ പുറത്തേക്ക് വന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, എന്താ വിളിച്ചത്? അല്ലയോ രാഷ്ട്രനായക, മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ നേതാവേ, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സുഹൃത്തിനെ ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന വാർത്ത ആ കുട്ടിയെയുമായി പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടത്. ആരുടെ ഭാര്യയെ കൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യിച്ചത്? ആരോടാണ് ഞാൻ ക്ഷുഭിതനായത്? ഏതൊരു മനുഷ്യനോടാണ് ഞാൻ കയർത്തത്? ഈ റോമിനെയും പേർഷ്യയെയും തന്റെ കാൽക്കീഴിൽ ഒതുക്കിയ, ലോകത്തെ ഏറ്റവും പ്രോജ്വലമായ 2 രാഷ്ട്രങ്ങളെ തന്റെ കാൽപ്പിടിയിൽ ഒതുക്കിയ മഹാനായ ഒരു രാഷ്ട്രനായകന്റെ, അമീറുൽ മുഅ്മിനീന്റെ ഭാര്യയെ കൊണ്ടാണോ ഞാൻ ഈ പണി ചെയ്യിച്ചത്? മാപ്പ് പറയാൻ പിടയ്ക്കുന്ന ഹൃദയത്തോടുകൂടി അടുത്തേക്ക് വന്നപ്പോൾ ഉമറിന്റെ മറുപടി, സുഹൃത്തെ, ഇതൊക്കെ എന്റെ പണിയിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ്, ചുമതലയിൽപ്പെട്ടതാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. അത് ചുമതലയും പണിയും ഉത്തരവാദിത്വവുമായി മഹാനായ ഉമർ കണ്ടു. സഹോദരിമാരെ, ഈ ഉത്തരവാദിത്വ ബോധം അത് യഥാർത്ഥത്തിൽ ലക്ഷ്യബോധമാണ്, ഒരു തിരിച്ചറിവ്. നമ്മൾ കേട്ടിട്ടില്ലേ ഇമാം മാലിക്കിന്റെ ശിഷ്യൻ അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിന്റെ ചരിത്രം? ഹജ്ജിന് പോവുക, തന്റെ ഭൃത്യനെയും കൂട്ടി. ജീവിതത്തിലെ ആദ്യത്തെ ഹജ്ജ് കർമ്മത്തിന് യാത്ര പുറപ്പെടുന്ന വഴിയിൽ വെച്ച് കൂടാരം കെട്ടി സത്രത്തിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ സുബഹ് നമസ്കാരത്തിന് പ്രാർത്ഥന കഴിഞ്ഞ് സത്രത്തിലേക്ക് തിരിച്ചുവരുന്ന ഘട്ടത്തിൽ ചപ്പുചവറ് കൂനകൾക്കിടയിൽ എന്തോ തിരയുന്ന
പാറിപ്പറന്ന തലമുടിയോടുകൂടി കൗമാരപ്രായത്തിനോടടുത്ത ഒരു കൊച്ചുകുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടു. അബ്ദുല്ലാഹ് ബിൻ മുബാറക് ചോദിച്ചു, മോളെ, എന്താണ് ഈ ചപ്പ് ചവറിൽ, വേസ്റ്റിൽ, ആളുകൾ ഉപേക്ഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റിൽ മോള് പരതുന്നത്? നല്ല അധികം കേടുവരാത്ത വല്ല ആഹാരവും ഉണ്ടോ എന്ന് നോക്കുകയാണ് എന്ന കുട്ടിയുടെ മറുപടി. എന്തിനാണ് മോളെ ഈ ഉപേക്ഷിക്കപ്പെട്ട, ഈ വിസർജ്യ വസ്തുക്കൾ, ഒഴിവാക്കപ്പെട്ട ഈ വസ്തുക്കളിൽ മോൾ ആഹാരം തിരയുന്നത്? അപ്പൊ കുട്ടിയുടെ മറുപടി, ഞങ്ങളുടെ ബാപ്പ മരിച്ചുപോയി, ഞങ്ങൾ അനാഥ മക്കളാണ്, ഞങ്ങൾ 3 കുട്ടികൾ, ഒരു ഉമ്മയാണ് ഞങ്ങളെ കൂലിവേല, വീട്ടുവേല ചെയ്ത് പോറ്റുന്നത്. ആ ഉമ്മ രോഗശയ്യയിലാണ്. ഉമ്മ കിടന്നാൽ എന്താ? നമ്മളെ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളാണ്, സമൂഹത്തിൽ കാണുന്ന കാഴ്ച സൗരന്മാരെ. ഉമ്മ കിടപ്പിലായ പിന്നെന്ത് ചെയ്യും? 3 മക്കള്, മൂത്ത കുട്ടിയാ. ആ മൂത്ത കുട്ടി കണ്ണീരോടുകൂടി വീണ്ടും പരതിക്കൊണ്ട് പറയാണ്, ഈ ചത്ത മാംസം, വിസർജ്യ വസ്തു, ഉപേക്ഷിക്കപ്പെട്ട ആഹാരം, ഇത് ഞങ്ങൾക്കിപ്പോൾ ഹലാലാണെന്ന് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആഹാരം തിരയുകയാണെന്ന് അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിനോട് ആ കുട്ടി പറഞ്ഞത്രേ. മുബാറക്ക് തന്റെ വൃദ്ധനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എത്രയുണ്ട് നമ്മുടെ ഹജ്ജിന്റെ എമൗണ്ട്, യാത്രാവിഹിതം എത്രയുണ്ട്? 50,000-ഓളം ദിർഹമുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എത്ര വേണം? രണ്ടാമത്തെ ചോദ്യം. ഈ പ്രദേശത്ത് നിന്ന്, ഈ ഇടവഴിയിൽ നിന്ന് ഹജ്ജിന്റെ റൂട്ടിൽ യാത്രയിൽ എത്തിയിട്ടില്ല, കഅബയിലും മക്കയിലും എത്തിയിട്ടില്ല, തിരിച്ചു നാട്ടിലേക്ക് പോകാൻ നമുക്ക് എത്ര കാശ് വേണ്ടി വരും? അതൊരു 4,000 ദിർഹം, അത്ര വളരെ കുറഞ്ഞ തുക മതി. ഉസ്താദ് മറുപടി, എങ്കിൽ ഇത്തവണത്തെ ഹജ്ജ് ഈ കുടുംബത്തിന്റെ ദാരിദ്ര്യം തീർത്തിട്ട്, കണ്ണീര് തീർത്തിട്ട്, പ്രയാസങ്ങൾ മാറ്റിയിട്ട് അടുത്ത കൊല്ലം നമുക്ക് ഹജ്ജിന് പോകാം. ആ എമൗണ്ട് മുഴുവനും ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് അവരുടെ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും പട്ടിണിക്കും കൃത്യമായ പരിഹാരം കണ്ട് മഹാനവർകൾ ആ വർഷം ഹജ്ജ് ചെയ്യാതെ തിരിച്ചുപോയി. സഹോദരിമാരെ, അവർ ചെയ്യുന്ന ഹജ്ജ്, അവർ ചെയ്തിരുന്ന നോമ്പ്, എടുത്തിരുന്ന നോമ്പ്, അവർ നിസ്കരിച്ചിരുന്ന നിസ്കാരം, അതിൽ നിന്ന് അവർ ഉൾക്കൊണ്ട ഊർജമുണ്ടല്ലോ, ആ ഊർജം, കാരുണ്യപരമായ പ്രവർത്തനത്തിന്റെ ആ വ്യാപ്തിയും ശക്തിയും അള്ളാഹുവിന്റെ അടുക്കൽ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ എത്രമാത്രം പ്രതിഫലാർഹമാണ് എന്ന തിരിച്ചറിവാണ് അവർ ആരാധനയിലൂടെ നേടിയിട്ടുള്ള ഊർജം. നമ്മളോ നേരെ മറിച്ചാണ്. നമ്മളെ മുമ്പിൽ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീര് കാണാൻ നമ്മളുടെ സ്വാർത്ഥതയും സുഖലോലുപതയും പിശുക്കും അനുവദിക്കുന്നില്ല. കഷ്ടപ്പാടില്ലാത്തവരുണ്ടായിട്ടാണോ നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത്, ലോകത്ത്? മാസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത്, ഒരു ആശാരിപ്പണി, കൂലിപ്പണിക്കാരനാണ്. ആ മനുഷ്യൻ വന്നു, മോള് ഗർഭിണിയാണ്, അദ്ദേഹത്തിന്റെ ഗർഭിണിയാണ് മകൾ. ആ മകൾക്ക് ഒരു ഡോക്ടറുടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറുടെ നിർദ്ദേശം എന്താ? ദിവസവും 600 രൂപ വില വരുന്ന ഇഞ്ചക്ഷൻ അടിക്കണം. ഗർഭം പ്രസവം പൂർത്തിയാകുന്ന, പ്രസവം നടക്കുന്നവരെ ദിവസം 600 രൂപ. ആ മനുഷ്യൻ അതുവരെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരാളുടെ വീട്ടിലും വന്നിട്ടില്ല, താങ്കളുടെ വീട്ടിന്റെ മുറ്റത്ത് മാത്രം ഞാൻ ആദ്യമായിട്ട് വരിക. ഞാൻ 300-350 രൂപ കൂലിപ്പണിയെടുത്ത് ഭംഗിയായ എന്റെ മക്കളെ, കുടുംബത്തെ പോറ്റുന്ന ആളാ. പക്ഷേ ദിവസം 350 രൂപ കൂലി വാങ്ങുന്ന എനിക്ക് 600 രൂപന്റെ ഇഞ്ചക്ഷൻ എനിക്ക് എന്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല, എന്നെ സഹായിക്കണം. ആ സുഹൃത്തിന്റെ ന്യായമായ നിസ്സഹായത, മനുഷ്യന്റെ നിസ്സഹായത. അള്ളാഹു ഓരോ മനുഷ്യനെയും ഓരോ ഘട്ടത്തിൽ അങ്ങനെ പിടികൂടുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ അവിടെ ഒരു കാരുണ്യമായി തീരാൻ, ആ പരീക്ഷണം എന്താണെന്നോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പരീക്ഷണം അവർക്കല്ല, സമ്പത്തുള്ള നമുക്കാണ് ആ പരീക്ഷണം എന്നാ. നിങ്ങളിൽ പട്ടിണിപ്പാവങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും അള്ളാഹു സൃഷ്ടിച്ചത്, അവർക്ക് സാഹചര്യം ഉണ്ടാക്കിയത്, നിങ്ങൾ അവരോട് കരുണ കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണെന്ന്. നമ്മൾ തിരിച്ചറിഞ്ഞില്ല പരീക്ഷണം നമുക്ക് വേണ്ടിയാണെന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എപ്പോഴാ? ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിലാ. എപ്പോഴാ ഞാൻ, നിങ്ങൾ, നമ്മൾ അറിയില്ല. ഏത് രോഗമാണ്, ഏത് ആക്സിഡന്റാണ്, ഏത് അപകടമാണ്? കേരളത്തിലെ ഒരു പ്രമുഖനായ ബിസിനസ്സുകാരൻ, കോടിപതി, അദ്ദേഹത്തിന്റെ മകൻ ഒരു ആക്സിഡന്റിൽ മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനോത്സുകമാക്കുന്ന ആ നട്ടെല്ലിൽ ഡാമേജ് വന്നു, കിടക്കുക. ബാപ്പയുണ്ടാക്കുന്ന കോടികൾ, ലക്ഷങ്ങൾ, ജീവിതത്തിന്റെ വരുമാനങ്ങൾ, രാജ്യത്തിന് പുറത്തുപോയി നേടിയ ഉന്നത ബിരുദം എല്ലാം ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒട്ടനവധി സങ്കല്പങ്ങളും അഭിലാഷങ്ങളുമുള്ള ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ട്. പക്ഷേ സ്പൈനൽ ഡാമേജ് അതോടുകൂടി കഴിഞ്ഞു. ബെഡ് റിഡൻ പേഷ്യന്റ്,
നമ്മൾ അങ്ങനെ എത്രയോ പേഷ്യൻസിനെ നമ്മൾ നിരന്തരം സഹായിച്ചു. ദിവസം 3 സെന്ററുകളിൽ, മെഡിക്കൽ കോളേജിന്റെ താഴെ മുകളിൽ ബീച്ച് ഹോസ്പിറ്റലിൽ 2-3 കേന്ദ്രങ്ങളിൽ 2000 രൂപ വെച്ച് 6000 രൂപയുടെ ഭക്ഷണം ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നു. എത്ര? 6000 രൂപ മൂല്യം ഒരു ദിവസം. മാസത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക, വർഷത്തിൽ കണക്ക് കൂട്ടി നോക്കുക. നിങ്ങൾക്ക് ബന്ധുക്കളുണ്ട്, അടുത്ത ബന്ധുക്കള് നിങ്ങളുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ശാരീരികവും സാമ്പത്തികവും പിന്നെ മറ്റു പലതും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഷീറ്റ് ഇവിടെ നിന്ന് തരും. ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഫണ്ടുണ്ടാക്കിയത്. തുറന്ന സമീപനമാണ്, സുതാര്യമായ സമീപനമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലെ സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തുന്ന, നേരത്തെ പറഞ്ഞല്ലോ ഡോക്ടർ അഷ്റഫ്, ആ വാക്ക് ഞാൻ അടിവരയിട്ടു, അതേ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കിൽ ഓർമ്മിക്കുന്നുള്ളൂ. അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നത് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ എന്തായിപ്പോ മിസ്യൂസ് ചെയ്യപ്പെടും, ചൂഷണം ചെയ്യപ്പെടും. യാചകരുടെ ലോകം, കാപട്യത്തിന്റെ ലോകം, തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ ലോകം. ഖുർആൻ 8 ദാനധർമാവകാശികൾ സക്കാത്ത് അർഹതപ്പെട്ടവരെടുത്ത് പറഞ്ഞെടുത്ത്, ഒന്ന് വബ്നു സബീലിന, യാത്രക്കാരനാ, വഴിതെറ്റിപ്പോയി കാശ് തീർന്നു പോയ യാത്രക്കാരനാ. പല ആളുകൾ നമ്മളെ കടയിലൊക്കെ വരൂ അല്ലെ, പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് എത്താണ്ട് കാശില്ല, 500 രൂപ വേണം. നമ്മൾ ചിലപ്പോൾ കൊടുക്കാറില്ല. കാരണം എന്താ, അത് തിരുവനന്തപുരത്ത് എത്തൂല ആള്. ചിലപ്പോ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ തൊട്ടടുത്ത ബസ്സിന്നും ആ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടോ ഒക്കെ എന്ത് ചെയ്യും, കാശ് തട്ടിക്കും, വെട്ടിക്കും. കപടതയുടെ ലോകം. പക്ഷേ നമ്മളുടെ ദാനധർമ്മം ഏറ്റവും ജെന്യൂനായ അർഹതപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായി മാറുന്നു, ആഹാരമായി മാറുന്നു, മരുന്നായി മാറുന്നു എന്നത് അതൊരു വലിയ ഖൈറിനാണ് സഹോദരിമാരെ, വലിയ ഖൈറാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് നൽകാൻ കഴിയുന്ന തുക അതല്ല നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് കൊടുക്കാൻ, ഈ വർഷത്തിൽ കൊടുക്കാൻ കഴിയുന്ന, പ്രതിമാസം കൊടുക്കാൻ കഴിയുന്ന തുക എഴുതുന്നതോടൊപ്പം നിങ്ങൾ എഴുതേണ്ടത് എന്റെ ഇന്നാലിന്റെ ബന്ധുണ്ട്, ഞാനിതൊക്കെ പറഞ്ഞ് ഈ ബ്രോഷറുമായിട്ടൊന്ന് ചെന്ന്. ഞാൻ അങ്ങനെ ചെന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആരും അങ്ങനെ ചെന്നിട്ടില്ല. നമ്മളുടെ എഫേർട്ട്, ഒരു പക്ഷെ നമ്മൾ പോയിട്ടുണ്ടാവാം, നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, 1000, 5000, 2000. നമുക്ക് കണക്കൂട്ടി നോക്കാം. നമ്മളിങ്ങനെ 1000 കൊടുത്താൽ നമ്മളുടെ വീട് പൊളിഞ്ഞു പോവോ? 5000 നമ്മൾ കൊടുത്താൽ നമ്മളുടെ വീട്, പിന്നെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആകെ ഇടിഞ്ഞു തകർന്നു പോവോ? അല്ലെ ഇത്ര കൊടുത്താൽ, അതൊക്കെ നമുക്ക് ആലോചിക്കുക. എത്ര കൊടുത്താലും പടച്ചോന്റെ പരലോകത്തെ ബാങ്കിലെ ഡിപ്പോസിറ്റ് എന്ന നെയ്യത്തിന്റെ നിഷ്കളങ്കതയുള്ളവരുടെ കാശ് മതി മെഡിക്കൽ വിങ്ങിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. ആ കാശ് മതി, അതുമതി. അള്ളാഹു അതിൽ ബർക്കത്ത് നൽകും, യാതൊരു സംശയവുമില്ല. അള്ളാഹു ബർക്കത്ത് നൽകും. കോഴിക്കോട്ടെ ഇടത്തരക്കാരുടെയും സമ്പന്നരുടെയും ഒരുപാട് ഭാര്യമാർ ഇവിടെയുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ അവരൊരു 100 കൂട്ടം പ്രശ്നങ്ങളുള്ളവരാണ്. അവർക്കിതിലൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അവരുടെ സമ്പത്തിന്റെ വിഹിതം നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങളുടെ സ്വർണ്ണാഭരണത്തിന്റെ സക്കാത്ത്, അതിലുപരി സ്വതക്ക നിങ്ങൾക്ക് മാറ്റിവെക്കാം. എല്ലാം സാധിക്കും. റമദാനിൽ മാത്രമല്ല ദാനധർമ്മങ്ങൾ. റമദാനിൽ മാത്രമാണോ കഷ്ടപ്പെടുന്നവരുള്ളത്, പട്ടിണി കിടക്കുന്നവരുള്ളത്? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ തീരുമാനം അത് നമ്മൾ കൃത്യമാക്കുക. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിൽ കൊടുക്കുന്നത് പിന്നെ നിസ്സഹായത ഘട്ടത്തിൽ നമുക്ക് കഴിയില്ല. കാരണം അവിടെ നമ്മളെ ചികിത്സകൻ എന്ത് വേണം? ചിലപ്പോൾ ലക്ഷങ്ങളും 10,000ങ്ങളും വേണ്ടി വരും. അപ്പോ ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഇപ്പോ അൽഹംദുലില്ലാ ആരോഗ്യവാന്മാരാണ് നമ്മൾ. മാറ്റിവെക്കുക നമ്മളുടെ സമ്പത്തിന്റെ വിഹിതം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിഷ്കളങ്കമായി ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സമ്പത്തിനോടൊപ്പം അടിവരയിട്ട് പറയേണ്ടതുണ്ട് സഹോദരിമാരെ. ഇതൊരു ടീം വർക്കാ. ഇതിൽ ആളുകൾ അങ്ങനെ കുറഞ്ഞു പോയാൽ ഇവിടെ കുറച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളും മാത്രം ഓടിയാൽ മതിയോ? പോരല്ലോ. നിങ്ങളും ഞാനും വരും. ആഴ്ചയിലോ ദിവസത്തിലോ ഒരു ദിവസം ഞാനും ഇതിൽ കണ്ണിയാവാം. വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം ഭൃത്യകളുണ്ട്, വേലക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവരൊക്കെ ചെയ്തോളും. കുറഞ്ഞ സമയം ഞാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന ഓഫറുകൾ കൂടി നിങ്ങൾ അതിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് ഈ കണ്ണി വിപുലമാകണം. ഈ ടീം വർക്കിന് അള്ളാഹു ബർക്കത്ത് ചെയ്യണം. ഇതൊരു മഹാസംരംഭമായി വളരണം. ഇത് സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുന്ന ഒരു മഹത്തായ കൂട്ടായ്മയായി മാറണം. അള്ളാഹുവിന്റെ പരലോകത്തത് അനുഗ്രഹീതമാകും, യാതൊരു സംശയവുമില്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഈ കൂട്ടായ്മ അള്ളാഹു ഒരു സൽക്കർമ്മത്തിന്റെ കൂട്ടായ്മയായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്തിന്റെ വിശാലത, അത് ഉള്ളിന്റെ ഉള്ളിൽ പിശുക്കില്ലാത്ത വിധം പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈമാൻ. ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒരു സംഭവം എന്താ, ലോകപ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ നദ്വി സാഹിബിന്റെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ തുടങ്ങി.
അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭവം, അദ്ദേഹം പഠിച്ച സ്ഥാപനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറബിക് കോളേജ്, ഇസ്ലാമിക് സെന്റർ ദാറുൽ ഉലൂം ദുയൂബന്ദ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൗരാണികമായ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ സ്ഥാപനം വളരെ കഷ്ടപ്പാടിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം റാബിത്തത്തുൽ ആലമീൻ ഇസ്ലാമിക് വേൾഡ് ലീഗിന്റെ സംഘാടകനായി ഖത്തറിലുണ്ട്. ആ സന്ദർഭത്തിൽ ഖത്തറിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഡോക്ടർ യൂസുഫുൽ കർലാവിയെ പോലെയുള്ള കുറെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, ദാറുൽ ഉലൂമിലെ കുറച്ച് കുട്ടികൾ, അവർ പറഞ്ഞു, നമുക്ക് നദ്വി സാഹിബിനെ കണ്ടാൽ, അദ്ദേഹം അറിയപ്പെടുന്ന പ്രശസ്തനായ വ്യക്തിയാണല്ലോ, അദ്ദേഹം ഇവിടെയുള്ള സമ്പന്നന്മാരായ ശേഖന്മാരെ കണ്ടാൽ അവരിൽ നിന്ന് കാശ് വാങ്ങി തന്നാൽ നമുക്ക് സ്ഥാപനം അതിന്റെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാം. അങ്ങനെ അവർ അദ്ദേഹത്തിന് അടുത്ത് ചെന്നു, താങ്കളുടെ ഡൊണേഷന് വേണ്ടി, പിരിവിന് വേണ്ടി ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സ്വച്ഛവും ശാന്തവുമായി അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനില്ല. അതവരെ അത്ഭുതപ്പെടുത്തി, വളരെ അത്ഭുതപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഡോക്ടർമാരാണ്, ദീനിന്റെ പണ്ഡിതന്മാർ, ദീൻ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഡോക്ടർമാരാണ്. നിങ്ങൾ പോകാൻ ലിസ്റ്റ് തന്ന കുറെ ശേഖന്മാരുണ്ടല്ലോ, അവരൊക്കെ രോഗികളാണ്, ഭൗതിക പ്രമത്തത ബാധിച്ച രോഗികൾ, ദുനിയാവിന്റെ അഡിക്ഷനിൽ കഴിയുന്ന രോഗികൾ. നദ്വി സാഹിബ വരുന്ന ഇനിയിപ്പോ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണ്, അപ്പൊ എന്തെങ്കിലും കൊടുത്തേക്ക എന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടുകൂടി അവർ തരുന്ന ആ തുകയുണ്ടല്ലോ, അതൊരു ബർക്കത്തുണ്ടാവില്ല. എന്തുണ്ടാവില്ല? ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗികളുടെ ഭൗതിക പ്രമത്തത എന്ന ദുനിയാവിനോടുള്ള അത്യാർത്തി എന്ന രോഗമുണ്ടല്ലോ, അത് ചികിത്സിക്കേണ്ടവരാണ് ആര്? ദീനിന്റെ ഉലമാക്കളും ഉമറാക്കളും. ആ ചികിത്സക്ക് മുമ്പ് കാശ് വാങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ അവർ ചികിത്സിക്കപ്പെട്ടാൽ അവർ തരും, സ്ഥാപനങ്ങൾ വളരും, ദീനീ സംരംഭങ്ങൾ മഹാവിജയങ്ങളാകും. അതിന്റെ ചരിത്രമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനീ മാർഗത്തിൽ കഷ്ടപ്പാടും പ്രയാസവും അനുഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് അള്ളാഹു അങ്ങനെ ഡൊണേഷൻ നൽകിയല്ലേ ചെയ്തത്? എന്താ പറഞ്ഞത്? ചോദിക്കൂ നിന്റെ അനുയായികളോട്, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. ഖുർആൻ പഠിപ്പിച്ചൊരു ചോദ്യ. ആ ചോദ്യം ചോദിച്ചാൽ മതി. എന്താ ചോദ്യം? ആരുണ്ട് അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ? ആ കടത്തിന്റെ പേരെന്താ? ഉത്തമമായ ഖർളൻ ഹസന, ഉത്തമമായ കടം. പടച്ചോന് കടം കൊടുക്കാൻ നിങ്ങൾ ആരും തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ ചോദിച്ചു. അതിന് തൊട്ടുടനെ അള്ളാഹു തന്നെ വിശദീകരിച്ചു, ഇരട്ടി 10 മടങ്ങ് കിട്ടും, ആ കടത്തിന് ഇരട്ടി കിട്ടും അള്ളാഹു. കൂസ്തമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ കൂടി സമയം വേണ്ടതുണ്ട്. നിങ്ങൾ എഴുതിക്കോളൂ ധൈര്യത്തിൽ. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സിന് അള്ളാഹു തോന്നിപ്പിച്ചു തരും, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ സമ്പത്ത്, ദാനധർമ്മം ഒരിക്കലും ധനത്തെ കുറയ്ക്കില്ല. അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കും. അർഹതപ്പെട്ട ഈ ദാനധർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാവുക. ഇതിൽ ശാരീരികമായ കൂട്ടായ്മ നിങ്ങൾ ഉറപ്പുവരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം കഠിന പരീക്ഷണങ്ങൾ, രോഗാതുരമായ അവസ്ഥകൾ, പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ തൊട്ട് നമ്മയെല്ലാം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും അള്ളാഹു പരലോകത്ത് പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മയും മക്കളെയും ഭാര്യ ഭർത്താക്കന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബിന് വിശാലത നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.